പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബിൽഡിംഗ് ത്രൂ ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ക്യാപിറ്റൽ ബിൽഡ് ചെയ്യാം, അത് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റിലൂടെ. എന്താണ് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മൾ പറയാം. ക്യാപിറ്റൽ ബിൽഡിംഗ് ഇൻവോൾവ്സ് ഗ്രാജുവലി ഇൻക്രീസിംഗ് വെൽത്ത് ഓവർ ടൈം ബൈ കൺസിസ്റ്റന്റ്ലി ഇൻവെസ്റ്റിംഗ് സ്മോൾ amount ആൻഡ് ലിവറേജിംഗ് കോമ്പൗണ്ടിംഗ് റിട്ടേൺ എന്ന് പറയാം. ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ കിട്ടുമല്ലോ, അതിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. അതാണ് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാജുവലി നമ്മുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഓവർ ടൈം ബൈ കൺസിസ്റ്റന്റ്ലി ഇൻവെസ്റ്റിംഗ് സ്മോൾ amount ആൻഡ് ലിവറേജിംഗ് കോമ്പൗണ്ട് റിട്ടേൺസ്. ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഹെൽപ്പ് ഇൻവെസ്റ്റേഴ്സ് സിഗ്നിഫിക്കന്റ് വെൽത്ത്. ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ബിൽഡ് സിഗ്നിഫിക്കന്റ് വെൽത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ബൈ റീ ഇൻവെസ്റ്റിംഗ് റിട്ടേൺ എന്ത് ചെയ്യുക? വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിന് കിട്ടുന്ന റിട്ടേൺ വീണ്ടും റീ ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻഡ് കോൺട്രിബ്യൂഷൻ. What is a core principle of cumulative investment? First one is consistent regular contribution. നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ്മെന്റിലേക്ക് നടത്തണം. Regular contribution to investment create disciplined saving habit. Compounding reinvestment of return leads to exponential growth over time. വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കും തോറും എന്ത് ചെയ്യും? നമ്മളെ ഗ്രോത്ത് ഉണ്ടാവും. നമ്മളതിൽ വെൽത്തിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഉണ്ടായിരിക്കുക. Diversification reduce your risk by investing across asset classes, sectors or geographies. ഓക്കെ, നമ്മളെ റിസ്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ വ്യത്യസ്ത ക്ലാസ് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലോങ് ടേം ഫോക്കസ്. സ്റ്റേയിങ് ഇൻവെസ്റ്റഡ് ഫോർ ദ ലോങ് ടേം മിറ്റിഗേറ്റ്സ് ഷോർട്ട് ടേം മാർക്കറ്റ് വൊളാറ്റിലിറ്റി. നമ്മൾ ലോങ് ടേം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിലുള്ള മാർക്കറ്റ് വൊളാറ്റിലിറ്റിയെ നമ്മളെ എഫക്ട് ചെയ്യില്ല. ഓക്കെ, പോപ്പുലർ സ്ട്രാറ്റജീസ് ഫോർ cumulative investment, systematic investment plan. First one is SIP. SIP allows investors to contribute small fixed amount regularly into mutual fund. നമ്മളെ മ്യൂച്വൽ ഫണ്ടിൽ എന്ത് ചെയ്യാണ്? നമ്മൾ റെഗുലർലി ആയിട്ട് എന്ത് ചെയ്യാണ്? ഫിക്സഡ് എമൗണ്ട് അല്ലെങ്കിൽ സ്മോൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുപോകാം. ഓരോ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ദിവസം അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ആയിട്ട്. Suitable for beginners and long term wealth creation. ലോങ് ടേമിലേക്കാണ് നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ബിഗിനേഴ്സിനും ഇതാണ് ബെസ്റ്റ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് rupee cost averaging buys more unit when prices are low, fewer when high. പ്രൈസ് ലോ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുക? കൂടുതൽ വാങ്ങുക. ഫ്യൂവർ ആകുന്ന സമയത്ത് ഫ്യൂവർ എപ്പം വാങ്ങുക? ഹൈ ആയിട്ട് പ്രൈസ്, ഷെയറിന്റെ സ്റ്റോക്കിന്റെ ഒക്കെ പ്രൈസ് ഫ്യൂവർ ആകുന്ന സമയത്ത് എന്ത് ചെയ്യുക? കൂടുതലായിട്ട് വാങ്ങാം. ഹയർ ആകുന്ന സമയത്ത് ഫ്യൂവർ വാങ്ങാം. കോമ്പൗണ്ടിങ് റീ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റിട്ടേൺ ആക്സലറേറ്റ് ക്യാപിറ്റൽ ഗ്രോത്ത്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് നമ്മളെ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പ്രോഫിറ്റ് ലഭിച്ച് കഴിഞ്ഞാൽ വീണ്ടും റീ ഇൻവെസ്റ്റ് ചെയ്യാം. അത് നമ്മുടെ ക്യാപിറ്റൽ ഗ്രോത്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അടുത്ത് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് മന്ത്ലി ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാണ്? ഫിക്സഡ് ആയിട്ട് മന്ത്ലി എന്ത് ചെയ്യാണ്? സേവ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് എന്ത് പറയാ? റിക്കറിംഗ് ഡെപ്പോസിറ്റ്. സേഫ് ആൻഡ് ഓഫർ ഗ്യാരണ്ടീഡ് റിട്ടേൺ. നമ്മൾ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള റിട്ടേൺ കിട്ടും. സേഫ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടും. ഐഡിയൽ ഫോർ റിസ്ക് അവേഴ്സ് ഇൻഡിവിജ്വൽ ആൻഡ് ഷോർട്ട് ടൈം ഗോൾ. ഷോർട്ട് ടേമിൽ ഗോൾ ലക്ഷ്യമാക്കുന്നവർക്കും റിസ്ക് അവേഴ്സ് ഒഴിവാക്കാൻ താല്പര്യമുള്ള ആളുകൾക്കും ഇതാണ് ഏറ്റവും നല്ലത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ആയിട്ട് മന്ത്ലി ആയിട്ട് ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് ആയിട്ടാണ് റിട്ടേൺ ലഭിക്കുക. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിൽക്കുമ്പോൾ അതിനുള്ള റിട്ടേണും ലഭിക്കും. ഇനി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്. കൺസിസ്റ്റന്റ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക? സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിൽ ഒരു കൂട്ടം സ്റ്റോക്കിൽ എന്ത് ചെയ്യുക? നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ ഇത് ചെയ്യുക. ഹൈ റിസ്ക് ബട്ട് പൊട്ടൻഷ്യൽ ഫോർ സുപ്പീരിയർ ലോങ് ടേം റിട്ടേൺ. ഭാവിയിൽ നമ്മൾ സുപ്പീരിയർ ലോങ് ടേം റിട്ടേൺ പ്രതീക്ഷിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് ഇതാണ്, പക്ഷെ ഹൈ റിസ്ക് ആണ്. ഡൈവേഴ്സിഫൈ അക്രോസ് സെക്ടേഴ്സ്. സെക്ടേഴ്സ് തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യസ്ത സെക്ടറിൽ നമ്മൾ എന്ത് ചെയ്യുക? നിക്ഷേപിക്കുക. ദാറ്റ് ഈസ് ടു റെഡ്യൂസ് റിസ്ക്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് PPF. ഗവൺമെന്റ് ബാക്ക്ഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ടാക്സ് ബെനിഫിറ്റ്. നമ്മൾ എന്ത് ചെയ്യുക? ഗവൺമെന്റ് ബാക്ക്ഡ്, ഗവൺമെന്റിന് കീഴിലുള്ളതാണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കുന്നവർക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. കോൺട്രിബ്യൂഷൻ കോമ്പൗണ്ടഡ് ആനുവലി ഫോർ സ്റ്റഡി ഗ്രോത്ത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺട്രിബ്യൂഷൻ നമ്മൾ കോമ്പൗണ്ടഡ് ആനുവലി ആയതുകൊണ്ട് സ്റ്റഡി ഗ്രോത്ത് ആയിട്ടുണ്ടാവും. ലോ റിസ്ക്, സൂട്ടബിൾ ഫോർ കൺസർവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ഇതാണ് നല്ലത്. റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. അതെന്ത് ചെയ്യും? ഫോർ റെന്റൽ ഇൻകം ആൻഡ് വാല്യൂ അപ്രീസിയേഷൻ. സൂട്ടബിൾ ഫോർ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് വിത്ത് ഹയർ ഇനീഷ്യൽ ക്യാപിറ്റൽ. നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഗോൾഡ് ആൻഡ് ഡിജിറ്റൽ ഗോൾഡ്. ഇൻവെസ്റ്റിംഗ് ഗോൾഡ് ETF ആൻഡ് സോവറിൻ ഗോൾഡ് ബോണ്ട്, ഫിസിക്കൽ ഗോൾഡ് ഫോർ ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ എന്ത് ചെയ്യും? ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗോൾഡ് ബോണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. ആക്ട് ആസ് എ ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഒന്ന് പോപ്പുലർ സ്ട്രാറ്റജി. ഇനി
എങ്ങനെയാണ് കോമ്പൗണ്ടിങ് ദ കീ ടു ഗ്രോത്ത് ക്യാപിറ്റൽ ഗ്രോത്ത്? കോമ്പൗണ്ടിങ് വർക്ക്സ് ഫോർ ബൈ റീഇൻവെസ്റ്റിംഗ് ഏർണിങ്സ്. നമുക്ക് കിട്ടുന്ന ഏർണിങ്സ് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് കോമ്പൗണ്ടിങ് ആണ്. അലോങ് ദ ഇൻവെസ്റ്റ്മെന്റ് ടു ഗ്രോ എക്സ്പോണൻഷ്യലി ഓവർ ടൈം. ഓവർ ടൈമിൽ എന്ത് ചെയ്യും? നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും? ഗ്രോ ചെയ്യും. ദ ലോങ്ങർ ദ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ദ മോർ ഇമ്പാക്ട്ഫുൾ ദ കോമ്പൗണ്ടിങ് എഫക്ട്. ലോങ്ങർ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ഉണ്ടാവും, അത് മോർ കൂടുതലായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കും. ഫോർമുല ഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് A is equal to P into 1 plus R whole power n. A is equal to final amount, P is equal to initial ആയിട്ടുള്ള പ്രിൻസിപ്പൾ, ആനുവൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് R, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് n. ഓക്കെ, മന്ത്ലി സിപ്പ് 5000, ആനുവൽ റിട്ടേൺ 12%, ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 12 ലക്ഷമാണ്. മെച്യൂർഡ് വാല്യൂ എത്ര ആയിരിക്കും? 49,44,000 രൂപ. 20 വർഷത്തേക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 49,44,000 രൂപ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ 12,000 നിക്ഷേപിച്ച് അതിന്റെ ആനുവൽ റിട്ടേൺ 12% മന്ത്ലി ആയിട്ട് നമ്മൾ അതിലേക്ക് സിപ്പ് മാസത്തിൽ ഇങ്ങനെ അതിന്റെ ഇതിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 49,044 രൂപ. ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ഇൻവെസ്റ്റ്മെന്റ്. The earlier you start investing, the greater benefit of compounding. Earlier നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ ഗ്രേറ്റ് കോമ്പൗണ്ടിങ്ങിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഇവൻ സ്മോൾ കോൺട്രിബ്യൂഷൻ ഏർലി ഇൻ ലൈഫ് ക്യാൻ ലീഡ്സ് ടു സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത്. ഏർലി ആയിട്ട് തന്നെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, ഇൻവെസ്റ്റർ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് 10,000 ആനുവലി അറ്റ് ഏജ് 25 ഫോർ 10 years ആൻഡ് സ്റ്റോപ്പ്. 25-ാം വയസ്സിൽ നിക്ഷേപിച്ച് 10 വർഷത്തെ കഴിഞ്ഞ സ്റ്റോപ്പ്. ഇൻവെസ്റ്റർ ബി സ്റ്റാർട്ട് 10,000 ആനുവലി അറ്റ് ഏജ് 35 കണ്ടിന്യൂ അണ്ടിൽ ഏജ് 60. അപ്പൊ നോക്കാം, എ എന്ന ആൾക്ക് കിട്ടുന്നത് എത്രയാണ്? 25-ാം വയസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് 10 ഇയേഴ്സിനാണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ 1 ലക്ഷമാണ്. രണ്ടാമത്തെ ആൾ 25 വർഷത്തേക്കാണ്. 2,50,000 നിക്ഷേപിച്ചത്. വാല്യൂ അറ്റ് 60 എത്ര ഉണ്ടാവുക? 12% റിട്ടേണിൽ 31 ലക്ഷം ഇയാൾക്ക് ഉണ്ടാവും. ഇയാൾക്ക് 25 ലക്ഷം ഉണ്ടാവുള്ളൂ. ഇതിന്റെ റിസ്ക് മാനേജ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ, അസറ്റ് അലോക്കേഷൻ, റെഗുലർ റിവ്യൂ ഇതിലുണ്ടായിരിക്കും. ബെനിഫിറ്റ് ഓഫ് ക്യുമുലേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആയിരിക്കും. ആക്സസിബിൾ ഫോർ എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും. അച്ചീവിംഗ് ഗോൾ, നമ്മൾ റിട്ടയർമെന്റിലേക്കുള്ള ഫണ്ടൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.